നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഭർതൃ വീട്ടുകാരുടെ പീഡനം കാരണം ആത്മഹത്യ ചെയ്യുന്ന യുവതികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കോട്ടയത്ത് ജിസ്മോള്, അതുപോലെ തന്നെ ഷൈനി, ഇങ്ങനെ എത്ര പേരുകൾ നമ്മൾ കേട്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ആ ഒരു ലിസ്റ്റിലേക്ക് ഒരു പേര് വന്നിരിക്കുന്നു, സ്നേഹ. കണ്ണൂർ ഇരിട്ടിയിൽ സ്നേഹ എന്ന യുവതി ഭർതൃ വീട്ടുകാരുടെ പീഡനം കാരണം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ഭർത്താവ് സംശയരോഗിയായിരുന്നു, പല രീതിയിലുള്ള ഭീഷണികൾ, പല കാര്യങ്ങളിൽ വഴക്ക് എന്നിവ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. വിശദമായി നമുക്ക് ഈ വാർത്ത നോക്കാം. ഈ ഒരു സംഭവത്തിൽ കണ്ണൂർ ഇരിട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഭർതൃ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണവുമായി ഈ മരിച്ച സ്നേഹയുടെ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. ആത്മഹത്യയുടെ കാരണം ഭർത്താവ് ജിനീഷിൻ്റെയും കുടുംബത്തിൻ്റെയും പീഡനമെന്നാണ് സ്നേഹയുടെ അമ്മ ആരോപിച്ചിരിക്കുന്നത്. സ്ത്രീധനത്തിൻ്റെ പേരിൽ മകളെ അവർ ഉപദ്രവിച്ചുവെന്നും അമ്മ വേദനയോടെ പറയുന്നു. സ്നേഹയുടെ ദേഹത്ത് ബാധയുണ്ടെന്ന് പറഞ്ഞ് സ്നേഹയെ അമ്പലങ്ങളിൽ കൊണ്ടുപോയിരുന്നു ഭർതൃ വീട്ടുകാർ. മാത്രമല്ല, മാനസിക രോഗിയാണെന്ന് സ്നേഹയെ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിക്രൂരമായ ഒരു സംഭവം കൂടി ഉണ്ടായി എന്നാണ് കുടുംബം പരാതി പറയുന്നത്. അതായത്, ഈ സ്നേഹ ഗർഭാവസ്ഥയിലായിരുന്നപ്പോൾ വയറ്റിന് ചവിട്ടി ഗർഭം അലസിപ്പിച്ചെന്നും സ്നേഹയുടെ അമ്മ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന ഭീഷണി ഉയർത്തിയെന്നും സ്നേഹയുടെ അമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹ മുൻപും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നാണ് അമ്മ രമ പറയുന്നത്. എന്തായാലും യുവതി ആത്മഹത്യ ചെയ്യാൻ കാരണം ഭർതൃപീഡനം കാരണമാണ് എന്നാണ് കുടുംബം പരാതിയുമായി വന്നിരിക്കുന്നത്. പായം കേളൻപിടിക സ്വദേശി സ്നേഹയാണ് മരിച്ചത്. സംഭവത്തിൽ സ്നേഹയുടെ ഭർത്താവ് ജിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഭർത്താവിൻ്റെയും ഇയാളുടെ കുടുംബാംഗങ്ങളുടെയും പീഡനത്തിൽ മനംനൊന്താണ് ജീവൻ ഒടുക്കുന്നതെന്ന് എഴുതിയ സ്നേഹയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ടാണ് സ്നേഹയെ സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് ജിനീഷും കുടുംബവും സ്നേഹയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് യുവതിയുടെ ബന്ധുക്കൾ അപ്പോൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. 2020 ജനുവരിയിലായിരുന്നു ഇരുവരും വിവാഹിതരായത്. പിന്നീടങ്ങോട്ട് ജിനീഷും കുടുംബവും നിരന്തരം സ്നേഹയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് സ്നേഹയുടെ ബന്ധുക്കൾ പറയുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ടും പലതവണ ഉപദ്രവിച്ചു. ഇതോടെ ഇരിട്ടി, ഉളിക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരാതി ഒത്തുതീർപ്പാക്കി വീണ്ടും ഇരുവരെയും ഒന്നിച്ചു വിടുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മാത്രമല്ല, കുഞ്ഞുണ്ടാകുന്നു, കുഞ്ഞ് ജനിച്ച ശേഷം കുഞ്ഞ് വെളുത്തതാണെന്നും താൻ കറുത്തതാണെന്നും കുഞ്ഞ് തൻ്റേതല്ലെന്നും പറഞ്ഞ് ജിനീഷ് സ്നേഹയെ ഉപദ്രവിച്ചുവെന്നും ആരോപണം ശക്തമാണ്. ഏപ്രിൽ 15-ാം തീയതി രാത്രി ഈ കാര്യത്തെ ചൊല്ലി വീട്ടിൽ വഴക്കുണ്ടായി എന്നാണ് ഉറ്റവർ വെളിപ്പെടുത്തുന്നത്. ഈ വഴക്കുണ്ടായതിനെ തുടർന്ന് സ്നേഹയെ കുടുംബം ഭർതൃ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം സ്നേഹയെ സ്വന്തം വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഭർത്താവ് ജിനീഷ് സ്നേഹയെ ഫോണിൽ വിളിച്ചു. ജിനീഷിൻ്റെ ഫോൺ കോൾ വന്ന ശേഷം മുറിയിൽ കയറി വാതിലടച്ച സ്നേഹയെ വൈകിട്ട് 6:30-ഓടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തീർച്ചയായിട്ടും എന്താണ് ആ ഫോൺ വിളിച്ച് പറഞ്ഞത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. സ്നേഹയെ പെട്ടെന്ന് ആ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് ആ ഫോൺ കോള്, അവസാനമായി വന്ന ഫോൺ കോളിൽ നിന്നാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് അയാൾ പറഞ്ഞത് സ്നേഹയോട് എന്ന ചോദ്യം ഇവിടെ ശക്തമാവുകയാണ്. കണ്ണൂർ പായം സ്വദേശിയായ സ്നേഹയുടെ മരണത്തിൽ നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ സ്നേഹയും ജിനീഷും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ഭർതൃപീഡനമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഈ സ്നേഹയെ നയിച്ചതെന്ന ആ ഒരു ആരോപണത്തിൽ കുടുംബം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. സ്നേഹയുടെ ആത്മഹത്യക്കുറിപ്പിൽ എന്തായാലും നിർണായകമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം എന്തുകൊണ്ട് താൻ ആത്മഹത്യ ചെയ്യുന്നുവെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ജിനീഷിൻ്റെ കുടുംബത്തിൻ്റെ പീഡനത്തിൽ മനംനൊന്ത് ഒരു പെൺകുട്ടി ജീവൻ ഒടുക്കിയിരിക്കുന്നു എന്നത് ഏറെ വേദനാജനകമായി മാറിയിരിക്കുകയാണ്. ലോറി ഡ്രൈവറാണ് ജിനീഷ്. ഇവരുടെ കുഞ്ഞിന് 3 വയസ്സാണ് പ്രായം. ജിനീഷിൻ്റെ ഫോൺ കോൾ വന്നതിന് ശേഷം സ്നേഹ പൊട്ടിക്കരയുന്നത് വീട്ടിലുള്ളവർ കണ്ടതായി മൊഴിയുണ്ട്. സംശയരോഗമായിരുന്നു ജിനീഷിനെന്ന് സ്നേഹയുടെ അമ്മാവനും പിന്നീട് പറയുകയുണ്ടായി. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. അതായത്, നമ്മൾ നേരത്തെയും ഒരുപാട് സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതായത്, ഭർതൃ വീട്ടിലെ പീഡനം കാരണം ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വാർത്തകളൊക്കെ വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ മരണങ്ങൾ, അതായത് ഏറ്റവും ഒടുവിലുണ്ടായ 2 സംഭവങ്ങൾ, ഷൈനിയും മക്കളും അതുപോലെ തന്നെ ജിസ്മോളും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തത്, ശരിക്കും അത് ഭർതൃപീഡനം, വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ, അതൊക്കെ കൊണ്ടായിരുന്നു ഇവർ മരണം തിരഞ്ഞെടുത്തത്. ഷൈനിയും മക്കൾക്കും സംഭവിച്ച കാര്യം എന്താണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതായത്, ഭർത്താവ് ഉപദ്രവിക്കുന്നു, മറ്റുള്ളവരെ മുന്നിൽ വെച്ച് അപമാനിക്കുന്നു. അതുപോലെ തന്നെ അവസാനമായി വിളിച്ചപ്പോൾ മക്കളെയും കൊണ്ടുപോയി നീ ചാക് അല്ലെങ്കിൽ മരിക്കൂ എന്ന ഒരു തരത്തിൽ ഷൈനിയോട് ഭർത്താവ് സംസാരിക്കുന്നു.
പറയുന്നു. ആ ഫോൺ കോളിന് പിന്നാലെ മക്കളുമായി നേരെ റെയിൽവേ ട്രാക്കിലേക്ക് പോവുകയും ട്രെയിനിന് മുന്നിൽ ചാടി 2 മക്കളുമായി ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു ഷൈനി ചെയ്തത്. വളരെ വേദനാജനകമായ സംഭവമായിരുന്നു. അതിൻ്റെ മുറിവ് ഉണങ്ങുന്നതിന് മുന്നേ ആയിരുന്നു ജിസ്മോളുടെയും മക്കളുടെയും മരണം. അതായത് ഈ ഒരു ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ജിസ്മോൾ മരണം തിരഞ്ഞെടുത്തത്. ഈ ഒരു ആത്മഹത്യക്ക് ശേഷം ജിസ്മോളുടെ കുടുംബം ഭർത്തൃ വീട്ടുകാർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. പ്രത്യേകിച്ച് നിറത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പലതിൻ്റെയും പേരിൽ ജിസ്മോളെയും ഭർത്തൃ വീട്ടുകാർ ഉപദ്രവിച്ചിരുന്നു. സ്ത്രീധനത്തിൻ്റെ പേരിലും വളരെ വലിയ രീതിയിലുള്ള ഒരു പീഡനമാണ് വീട്ടിൽ നേരിട്ടിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിസ്മോളുടെ കുടുംബവും ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഉന്നയിച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ ഇതാ സ്നേഹയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സ്നേഹയ്ക്ക് ഈ ഒരു സംശയരോഗം സ്നേഹയുടെ ഭർത്താവിനുണ്ടായിരുന്നു എന്നാണ് കുടുംബത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്നേഹയായിക്കോട്ടെ, ഷൈനി ആയിക്കോട്ടെ, ജിസ്മോൾ ആയിക്കോട്ടെ, ഇവരുടെയെല്ലാം മരണത്തിന് പിന്നിൽ അവിടെ ഭർത്തൃ വീട്ടുകാരുടെ പങ്ക് അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഒരു ആരോപണം, അവർ ഒരു ചോദ്യമുനയിൽ അല്ലെങ്കിൽ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് പേർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് എത്ര ആഗ്രഹിച്ചാലും അത്തരത്തിലുള്ള സംഭവങ്ങൾ, ഭർത്തൃ വീട്ടിലെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ കാരണം ആത്മഹത്യകൾ ഉണ്ടാകുന്ന സംഭവം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നത് ഏറെ നിരാശാജനകം തന്നെയാണ്.